ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ മൂന്നാം പാഠത്തിൽ എന്തൊക്കെ ഗ്രാഫ് ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോണേ. എത്ര തരം ഒത്തിരി ഗ്രാഫ് ഉണ്ട്. ഓരോന്നിനും നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്തും കേട്ടോ. അപ്പോൾ ഒരു ബുക്ക് എടുത്തോ, പേന എടുത്തോ, സ്കെയിലും പെൻസിലും ഒന്നും എടുക്കണ്ട, ചുമ്മാ കൈ കൊണ്ട് വരച്ചാൽ മതി. ശ്രദ്ധിച്ചിരുന്നോ? ഇഷ്ടം പോലെ ഗ്രാഫ് വരും. ഓരോന്നും പറയുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. എല്ലാം നമ്മൾ വരച്ച് പോയതിനു ശേഷം പിന്നീട് ഒന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ ഭ്രാന്താവും. ഒരു വര ഇങ്ങോട്ട്, ഒരു വര ഇങ്ങോട്ട്, ഒരു വര ഇങ്ങനെ പോകണം, കുറച്ച് ഇങ്ങോട്ട് പോകണം. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രാഫ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ 4ാം ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കില്ലേ, അത് തന്നെ. ഇതൊന്ന് 8th 9th എങ്ങോട്ടൊക്കെ ഗ്രാഫ് ഉണ്ടാകുമെന്ന് തോന്നുന്നു ഈ നമ്പർ ലൈനൊക്കെ പഠിപ്പിക്കാൻ നേരത്ത്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആക്സിസാണ്. എക്സിൽ എന്നതാ, വൈയിൽ എന്നതാണ്. നമ്മൾ ഈ പാഠത്തിലൊക്കെ പഠിക്കും 1 ഡയമെൻഷൻ മോഷൻ അല്ലേ. അപ്പൊ പിന്നെ എക്സും വൈ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ആക്സിസ് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. നമ്മളിവിടെ വരയ്ക്കാൻ നേരത്ത് എക്സും വൈയും വരയ്ക്കും, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട്. ആക്സിസിൽ ആരാന്ന് നോക്കാം, അപ്പൊ തന്നെ കിട്ടും അത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണോ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണോ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണോ എന്ന്. അതിനുശേഷം നോക്കുക എക്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ടൈം ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, ടൈം അനുസരിച്ച് മുകളിൽ എന്താ മാറ്റം എന്ന് നോക്കുക. ടൈം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് പറയുന്ന വാല്യൂ, അതായത് വൈ കിടക്കുന്ന വെലോസിറ്റിയോ ആക്സിലറേഷനോ ഡിസ്പ്ലേസ്മെന്റോ, അതിനെന്താ മാറ്റം നോക്കുക. അതിനുശേഷം പഠിച്ച കാര്യങ്ങളിലേക്ക് തല കൊണ്ടുപോകുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. 3 ഗ്രാഫ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണെന്ന്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫുകൾ, വെറൈറ്റി ലെവൽ പൊസിഷൻ ടൈം ഗ്രാഫ്. പിന്നെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കുറെ സാധനം. ഇത് നമ്മൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതിൽ വരച്ചേക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടാണ് വരയ്ക്കുന്നത്, കുറേ എഴുതാനില്ല നമുക്ക്. വൈ ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിസിൽ ടൈം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്നും കൂടി പറയാനില്ല കേട്ടോ. ഇതാണ് ഒറിജിൻ. ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതായിട്ട് ഗ്രാഫ്, ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. നമുക്ക് എന്നാ മനസ്സിലായത്? ആദ്യം ആക്സിസിലേക്ക് നോക്ക്. ടൈമും എക്സും പൊസിഷനുമാണ്. ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷനിൽ മാറ്റമുണ്ടോ? ഇല്ല, സെയിം വാല്യൂ. ഇതൊരു 10 മീറ്റർ ആണെന്ന് വിചാരിച്ചോ, 10 മീറ്റർ, മാറ്റമില്ല. അതുകൊണ്ട് ഇത് എന്തിന്റെ ഗ്രാഫ് ആയിരിക്കും? ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഈ ഗ്രാഫിന്റെ പ്രോപ്പർട്ടീസ് ആണ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മോഷൻ ഇല്ല, അനക്കമില്ല എന്നർത്ഥം. പിള്ളേർക്ക് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റും ബോഡി ഈസ് അറ്റ് ഒറിജിനും. ഒറിജിൻ, ബോഡി ഈസ് ഇൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ എന്നാണോ പറയുന്ന ആ സാധനം കേട്ടോ, അനക്കമില്ല എന്നർത്ഥം. ബോഡി ഈസ് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞ എന്നതാണ്, അത് ഇവിടെയാണ് അർത്ഥം. ബോഡി ഒറിജിൻ എന്ന് പറയുന്നത് ഇത് രണ്ടും വേടാ, മാറിപ്പോയത് കേട്ടോ. ഇവിടെ മോഷൻ. ഇവിടുത്തെ വെലോസിറ്റി നോക്കി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, അതായത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. ബ്രാക്കറ്റ് എഴുതി വെച്ചാൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് എന്ത്? വെലോസിറ്റി. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, അതിന്റെ സ്ലോപ്പ് എന്നതാ? ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. അതുകൊണ്ട് ടാൻ 0 ഈസ് ഈക്വൽ ടു 0. അനങ്ങാണ്ടിരിക്കുന്ന ബോഡിന്റെ വെലോസിറ്റി എന്താവണം? 0 ആവണം. 0 ആണ്. ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി വേറെ ഗ്രാഫ് വരയ്ക്കാം.
എക്സ് ടി ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് മനസ്സിലായി. ഒറിജിനിൽ യാത്ര തുടങ്ങി, ടൈം കൂടുന്നതനുസരിച്ച് ഈ ബോഡിക്ക് മാറ്റമുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എല്ലായിടത്തും ഒരേപോലെയാണ്. അതായത് ഈ ഇത്രയും ഗ്യാപ്പിൽ ഞാൻ 2 വര ഇവിടെ എവിടെയെങ്കിലും വരച്ചാൽ അവരുടെ ഇടയിലുള്ള ഈ നീളം സെയിം ആയിരിക്കും കേട്ടോ. എന്നാൽ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ ഇവിടുത്തെ ഈ ട്രയാങ്കിളിന്റെ ടാൻ തീറ്റ എടുത്താൽ ഈ തീറ്റയാണ് ഈ തീറ്റ, എല്ലാ തീറ്റയും ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് കോൺസ്റ്റന്റ്. എല്ലാ സമയത്തും ടാൻ തീറ്റ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അതിനെ പറഞ്ഞാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഇത് എന്തിന്റെ ഗ്രാഫാ? ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആൻഡ് മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. ഇതേ ഗ്രാഫ്, ഇതേ വെലോസിറ്റി ഉള്ള ഒരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരയ്ക്കുക. സെയിം സ്ലോപ്പ് ആണ്, വരച്ചപ്പിച്ച് ചെറിഞ്ഞു വരുന്നുള്ളൂ. സെയിം സ്ലോപ്പ് ഉദ്ദേശിക്കുന്നു കേട്ടോ. ഒരേ സ്ലോപ്പ്. ഈ തീറ്റ തന്നെയാണ് ഈ തീറ്റ. ഇതെന്ത് പറയാനുണ്ട്? ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ. ഇതിന്റെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാ? ഒറിജിനിൽ നിന്നല്ല, വേറൊരു വാല്യൂ. ഇതൊരു 5 മീറ്ററോ 10 മീറ്ററോ ഒക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് 5 മീറ്റർ അകലെ യാത്ര തുടങ്ങി കേട്ടോ. അത് പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഗ്രാഫ് ആയി. ഇതിന്റെ സ്ലോപ്പ് എന്നതാ? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി. അത് നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി വേറൊരു ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു ബോഡീന്റെ ഇങ്ങനെ മുകളിലേക്ക്, വേറൊരാളുടെ ഇങ്ങനെ താഴേക്ക്. ഇതെന്താന്ന് നോക്കി. ബോഡിക്ക് മോഷൻ ഉണ്ടോ? ഉണ്ട്. ടൈം അനുസരിച്ച് പൊസിഷനിൽ മാറ്റമുണ്ട്, ഇവിടെയും മാറ്റമുണ്ട്. ഓക്കെ, നമുക്കറിയാം സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നതാ? വെലോസിറ്റി. രണ്ട് ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ 2 സ്ട്രെയിറ്റ് യൂണിഫോം വെലോസിറ്റി ഉള്ള 2 ഗ്രാഫ് ഞാൻ വരയ്ക്കണം, ഒരുമിച്ച് വരയ്ക്കണം. പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൽ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? ഇത് 30 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും എടുക്കുക. ബോഡി എയും ബോഡി ബിയും. എക്കാണോ ബിക്കാണോ സ്ലോപ്പ് കൂടുതൽ? ടാൻ തീറ്റ അല്ലേ സ്ലോപ്പ്? ടാൻ 30 ആണോ ടാൻ 60 ആണോ സ്ലോപ്പ് കൂടുതൽ? ടാൻ 60. അപ്പൊ ഈ ബോഡിക്കാണ് വെലോസിറ്റി കൂടുതൽ, സ്പീഡ് കൂടുതൽ. നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസൈഡ് ടെസ്റ്റിന്റെ പുറകിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതേപോലെ. ഇത് ഇത്രയേ ഉള്ളൂ അത് പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈനിന് മുകളിൽ വേറെ ലൈൻ ഉണ്ടെങ്കിൽ ഇവനാണ് സ്ലോപ്പ് കൂടുതൽ. അത് ഓർത്തിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി. ഇവിടെ കർവാണ്, ഒരു ലൈൻ അല്ല. അപ്പൊ ഞാൻ സ്ലോപ്പ് ഇവിടെ വേരിയബിൾ സ്പീഡാണ്. കാരണം എന്നാ? ഈ പോയിന്റിലെ സ്ലോപ്പ് അല്ല ഈ പോയിന്റിലെ സ്ലോപ്പ്, ഇതല്ല ഇവിടുത്തെ സ്ലോപ്പ്. സ്ലോപ്പ് മാറുന്നുണ്ട്, വെലോസിറ്റി മാറുന്നുണ്ട്. ഇവിടെ നോക്കി, ഈ പോയിന്റിലെ സ്ലോപ്പ് അല്ല ഈ പോയിന്റിൽ, ഇതല്ല ഇവിടെ. അപ്പൊ ഇത് 2 ഗ്രാഫും എന്തിന് എക്സാമ്പിളാ? ഇതെന്തിനായിരുന്നു? യൂണിഫോം വെലോസിറ്റിക്ക്. ഇതോ നോൺ യൂണിഫോം വെലോസിറ്റി. ബോഡി മൂവ്സ് വിത്ത് വേരിയബിൾ വെലോസിറ്റി അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി. നോൺ യൂണിഫോം വെലോസിറ്റി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ടൈം അനുസരിച്ച്, ടൈം മുമ്പോട്ട് മാറുന്നതനുസരിച്ച് ഇതിന്റെ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക ഉണ്ടോ? ഇതിനെക്കാട്ടും സ്ലോപ്പ് കൂടുതലാണ് ഇതിന്. ഇവിടെ നോക്കി, ഓരോ പോയിന്റിലെ സ്ലോപ്പ് എടുത്താൽ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതെന്തിന്റെ ഗ്രാഫാ? വെലോസിറ്റി ഇൻക്രീസസ്. ഇതോ ഓരോ പോയിന്റിലെ സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെന്തിന്റെ ഗ്രാഫ് ആയിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, വെലോസിറ്റി വേരിയബിൾ ആണ്. ഇവിടെ വെലോസിറ്റി കുറയുക, ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരുന്നു. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം
ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട്, നമ്മുടെ എൻട്രൻസ് ക്ലാസ്സിലൊക്കെ അവർ പഠിപ്പിക്കും. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് എങ്കിൽ, കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ, കോൺവെക്സും കോൺകേവ് ഒക്കെ പഠിച്ചിട്ടില്ലേ, കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസസ്. ഇത് കണ്ടു, വെലോസിറ്റി ഇൻക്രീസസ്. പൊസിഷൻ ടൈം ഗ്രാഫ് കോൺകേവ് ഡൗൺവേർഡ് ആണെങ്കിൽ വെലോസിറ്റി ഡിക്രീസസ്. വെലോസിറ്റി ഇൻക്രീസസ്, ഇത് വെലോസിറ്റി ഡിക്രീസസ്. ഇവിടെ ഒരു കാര്യം നോക്കി, ഇവിടെ വെലോസിറ്റി എന്നാ സംഭവിക്കുന്നത്? കൂടുക ചെയ്യുന്നത് അല്ലേ? വെലോസിറ്റി ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സലറേഷൻ ഉണ്ടോ? ആ ഉണ്ട്. ആക്സലറേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. കാരണം വെലോസിറ്റി കൂടുക ചെയ്യുന്നത്. ഇവിടെയോ വെലോസിറ്റി മാറുന്നതുകൊണ്ട് ആക്സലറേഷൻ ഉണ്ട്, പക്ഷെ വെലോസിറ്റി കുറയുവാണ് ചെയ്യുന്നത് ഈ മോഷനിൽ, അതുകൊണ്ട് ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ രണ്ട് ഗ്രാഫ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ചോദ്യം ഇതൊക്കെയാണ്, ഒരു 8 എണ്ണം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇങ്ങനെയാണ്. ചോദിച്ചേക്കുന്നത് ഈ ബോഡീന്റെ സ്പീഡ് കൂടുവാണോ കുറയുവാണോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു തമ്പ് ഷോർട്ട് കട്ട് കേട്ടോ, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് നമുക്ക് എൻട്രൻസ് ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കാം. ആക്സിലറേഷനും വെലോസിറ്റിക്കും സെയിം സൈൻ ആണെങ്കിൽ സ്പീഡ് ഇൻക്രീസസ്. ആക്സിലറേഷനും വെലോസിറ്റിക്കും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സ്പീഡ് ഡിക്രീസസ്. എന്നതായി ഓപ്പോസിറ്റ്, എന്നതായി സെയിം വെക്കുന്നത് പറഞ്ഞുതരാം. അതിനുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ ജനറൽ ഐഡിയ വേണമല്ലോ. ഇത് റോഡാണ്, ഒറിജിൻ ഇവിടെ എക്സ് വൈ ഒക്കെ വരച്ച് ഞാൻ ആ റോഡിൽ തന്നെ ഇവിടെ വണ്ടി ഇരിക്കുകയാണ്. ഈ വണ്ടി യു വെലോസിറ്റി ഇപ്പോൾ ഉള്ളത് ഇപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്, പ്ലസ് ആട്ടോ, 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഉണ്ട്. ഈ ബോഡീന്റെ സ്പീഡ് കൂടുക, ഇവിടെ എത്തിയപ്പോ 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. സ്പീഡ് കൂടണമെങ്കിൽ അവിടെ എന്ത് വേണം? ആക്സിലറേഷൻ വേണം. ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്കാ. വെലോസിറ്റിയുടെ ഡയറക്ഷനും ആക്സിലറേഷന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, സെയിം സൈൻ, പ്ലസ് പ്ലസ് രണ്ട് വലതുവശത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ വെലോസിറ്റി കൂടും, സ്പീഡ് കൂടും. ഇനി നോക്കൂ, ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് -10 മീറ്റർ പെർ സെക്കൻഡിൽ വരിക, -10 മീറ്റർ പെർ സെക്കൻഡിൽ. ആക്സിലറേഷനും ഇങ്ങോട്ടേക്കാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ പാരാമീറ്റേഴ്സും എന്ത് സൈനില നെഗറ്റീവിലാണ് എടുക്കുക. അപ്പൊ ആക്സിലറേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയാം. ഇങ്ങോട്ടേക്ക് തന്നെ ആക്സിലറേഷൻ. അതിന്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് തന്നെ, വെലോസിറ്റി ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെ, ആക്സിലറേഷന്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് സ്പീഡ് കൂടുക എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പൊ ആക്സിലറേഷനും വെലോസിറ്റിക്കും പ്ലസും ആണെങ്കിലും മൈനസും ആണെങ്കിലും ബോഡിയുടെ സ്പീഡ് കൂടുക. സ്പീഡ് സ്കെയിലാണ്. അപ്പൊ സ്പീഡ് എന്ത് ചെയ്യുക? കൂടുക. ഡയറക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെ നോക്കിയോ, ഒരു കാർ ഇങ്ങോട്ട് പോകുമായിരുന്നു 50 km/h സ്പീഡില്. അപ്പൊ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്ക്. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഓപ്പോസിറ്റ് ആണ്. അതിന് നമ്മൾ പറയും റിട്ടാരേഷൻ എന്ന് പറയും, -a. അപ്പൊ സ്പീഡ് അങ്ങടായിരുന്നു, ആക്സിലറേഷൻ ഇങ്ങടാണ്. അതിന്റെ അർത്ഥം ആരോ എഗൈൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് അർത്ഥം. അപ്പൊ ഈ ബോഡിന്റെ സ്പീഡ് കുറയോ? കുറയും. അതാണ് ഈ ഓപ്പോസിറ്റ് സൈന്റെയും സെയിം സൈന്റെയും മീനിങ് കേട്ടോ. അപ്പൊ അത് മനസ്സിലായി. ഓക്കെ, അപ്പൊ തമ്പ് റൂൾ ഇതാണ്. ആക്സിലറേഷനും വെലോസിറ്റിക്കും സെയിം സൈൻ ആണെങ്കിൽ സ്പീഡ് കൂടുകയും ഓപ്പോസിറ്റ് ആണെങ്കിൽ സ്പീഡ് കുറയുകയും ചെയ്യും. ഇനി നമുക്കറിയാം, നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച ഇക്വേഷൻ, കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ ആക്സിലറേഷൻ ഡയറക്ഷൻ പോസിറ്റീവും, കോൺകേവ് ഡൗൺവേർഡ് ആണെങ്കിൽ ആക്സിലറേഷൻ ഡയറക്ഷൻ നെഗറ്റീവും. ആക്സിലറേഷൻ ഡയറക്ഷൻ അല്ല,
വാല്യൂ നെഗറ്റീവ്. പക്ഷെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഇവിടെ നോക്കി, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ഒരു ലൈൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്നതാ ഈ തീറ്റ. ടാൻ തീറ്റ എന്നതാ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിലോ ഒരു മോഷൻ ഈ പോയിന്റിലേക്ക് ആണെങ്കിലോ, ഞാൻ ഈ പോയിന്റ് എടുത്തു, ഞാൻ ടാൻജന്റ് വരച്ചു, ആ ടാൻജന്റ് കൂട്ടിമുട്ടുന്ന ഈ തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിച്ചു, ടാൻ തീറ്റ കണ്ടുപിടിച്ചു. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് ഒരു ബോഡീന്റെ. ഇത് പറഞ്ഞു ഈ ബോഡീന്റെ വെലോസിറ്റി എന്നാണെന്ന് പറഞ്ഞു. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, സ്പീഡ് കുറയുവാണോ കൂടുവാണോ? വെലോസിറ്റി ഉണ്ട്, എത്രയാണെന്ന് പറഞ്ഞു. എന്നൊക്കെ ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഒറിജിനിലേക്ക് അടുത്തേക്കാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഒറിജിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്നതാ, ഇതായിരുന്നു ഒറിജിൻ, ബോഡി ഇവിടെ ഇരുന്നേ, അവിടുന്ന് ഒറിജിന്റെ അടുത്തേക്ക് വരുക. കണ്ടോ, എക്സിന് താഴേക്കാണ് വരുന്നത്, ഒറിജിന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇങ്ങിടാ. അപ്പൊ നെഗറ്റീവാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചാല്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, ഈ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെയായിരുന്നപ്പോൾ നമ്മൾ ഈ തീറ്റ കണ്ടുപിടിച്ചല്ലോ, ഇതല്ലേ ടാൻ തീറ്റ. ഇത് ഇങ്ങോട്ട് മുട്ടിച്ച് കൂട്ടിമുട്ടിക്ക്, ഈ ആംഗിൾ ഇപ്പൊ എന്നതാ, തീറ്റയേക്കാൾ വലിയ ഡിഗ്രിയാണ്. അതുകൊണ്ട് അവിടെ വെലോസിറ്റി നെഗറ്റീവാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റിയുടെ സൈൻ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ എവിടെയാണോ നിങ്ങൾക്ക് കാണേണ്ടത്, എവിടെയാണോ കാണേണ്ടത് അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റ് എക്സ് ആക്സിസിൽ കൂട്ടിമുട്ടുന്ന ആംഗിൾ കാണുക. 90-നേക്കാൾ വലുതാണെങ്കിൽ അത് നെഗറ്റീവ്, 90-നേക്കാൾ ചെറുതാണെങ്കിൽ അത് പോസിറ്റീവ്. അത് കാണിച്ചു തരാം, നോക്കി. ഫസ്റ്റ് ഗ്രാഫ്, നിങ്ങൾ ഗ്രാഫ് വരച്ചു നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഇത് കോൺകേവ് ഡൗൺവേർഡ് അല്ലേ? അപ്പൊ ഇത് ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കുറച്ച് മുമ്പ് പഠിച്ചതാണ്, ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഇനി നിങ്ങൾ എന്നാ കാണണ്ടേ? വെലോസിറ്റി ഡയറക്ഷനാണ് കാണണ്ടേ. വെലോസിറ്റി എന്നാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അതിനുവേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു, അവിടെ ഞാൻ ടാൻജന്റ് വരച്ചു. ഈ പോയിന്റ് ഒരു ടാൻജന്റ്. ഇത് ഇങ്ങനെയാണ് കൂട്ടിമുട്ടുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഇങ്ങനെയാണ് കൂട്ടിമുട്ടുന്നത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞത് തീറ്റ 90-നേക്കാൾ വലുതാണ്. ഇവിടെ കുറച്ച് മുമ്പ് കണ്ടില്ലേ? അതേപോലെ പോസിറ്റീവ് വെലോസിറ്റി നമുക്കറിയാം, അത് ഇങ്ങനത്തെ ആംഗിളാണ് വരുന്നത്, തീറ്റ അക്യൂട്ട് ആംഗിളാണ് വരുന്നത്. ഇത് വലുതാണ്. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി എന്നതായിരിക്കും നെഗറ്റീവ്. രണ്ടു പേർക്കും സെയിം സൈൻ ആണെങ്കിൽ സ്പീഡ് ഇൻക്രീസസ്. അപ്പൊ ഇതിന്റെ ആൻസർ സ്പീഡ് ഇൻക്രീസസ്. വേറെ ക്വസ്റ്റ്യൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ഒരു ബോഡി ചോദിച്ചേക്കാണ്. ഈ ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? സ്പീഡ് കൂടുവാണോ സ്പീഡ് കുറയുവാണോ? ഇതെന്ത് ഗ്രാഫാണ്? കോൺകേവ് അപ്വേർഡ്. അപ്പൊ ഇതിന്റെ ആക്സിലറേഷൻ ഡയറക്ഷൻ, ആക്സിലറേഷന്റെ വാല്യൂ എന്നായിരിക്കും? പോസിറ്റീവ്. വെലോസിറ്റിയുടെയോ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, എക്സിലേക്ക് ഒരു ടാൻജന്റ്. എക്സിലേക്ക് ടാൻജന്റ് അല്ല, ഇതിന്റെ ടാൻജന്റ് എക്സിലേക്ക് നീട്ടി വരയ്ക്കുക. ഈ ആംഗിൾ എത്രയാ? തീറ്റയേക്കാൾ 90-നേക്കാൾ വലുത്. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സ്പീഡ് ഡിക്രീസസ്. രണ്ടുപേർക്കും ഓപ്പോസിറ്റ് സൈനാണ്, അതുകൊണ്ട് സ്പീഡ് ഡിക്രീസസ്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഇത് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി, ഇവിടുത്തെ രണ്ട് പോയിന്റ് നോക്ക്, ഈ വീതിയിൽ ഇത്രയും ഭാഗം നോക്ക്, ഇത്രയാ ബോഡിക്ക് വന്ന ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഇവിടുത്തെ രണ്ട് നോക്കി, ഇവിടുത്തെ അതേ വീതിയിലുള്ള രണ്ടെണ്ണം, ആകെ ഈ ഹൈറ്റ് വന്നേക്കുന്നത് ഇത് വളരെ ചെറുതാണ് വന്നേക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈ സമയത്ത് ഭയങ്കര കുറവാണ്. അപ്പൊ സ്പീഡ് കുറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇവിടെ നോക്കൂ, ഇവിടുത്തെ നോക്കി, ഈ ഇത്രയും ടൈം ഗ്യാപ്പ് നോക്കി, ഇത്രയും ടൈം ഗ്യാപ്പ്, ആകെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ മാറ്റം എന്താ? ഇത്രയാണ്, ഇത്രയും. ഇതേ രീതിയിൽ ഇങ്ങോട്ട് നോക്കി, ഇതേ രീതിയിൽ കണ്ടോ, ഇത്രയും മാറ്റം വന്നു. അതിനകത്ത് സ്പീഡ് കൂടിയെന്ന്, ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാണ്. കുറെ സെയിം ഗ്യാപ്പിൽ ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? സ്പീഡ് കൂടിയെന്ന്. അത്രേ ഉള്ളത്. ഇനി
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ ബോഡീൻ്റെ എന്നാ സംഭവം. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനും കൂടി. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് കോൺകേവ് അപ്വേർഡാണ്, അപ്പോൾ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. ഇനി ഏതൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു വെലോസിറ്റി കാണാനായിട്ട്. ആ വെലോസിറ്റിന് ഞാൻ എക്സ് ആക്സിസിലേക്ക് ടാൻജന്റ് വരച്ചു. ആംഗിൾ എന്നതാ തീറ്റ. അത് അക്യൂട്ട് ആംഗിൾ അല്ലേ, 90-നേക്കാൾ ചെറുതല്ലേ, അതുകൊണ്ട് വെലോസിറ്റി ഈസ് പോസിറ്റീവ്. വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ആക്സിലറേഷനും പോസിറ്റീവ് ആണ്, വെലോസിറ്റിയും പോസിറ്റീവ് ആണ്. അതിന്റെ ഗ്രാഫ് എന്നതാ, ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ പ്ലസ് വാല്യൂ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു പ്ലസ് വാല്യൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. കോൺകേവ് ഡൗൺവേർഡ് ആണ്. ആദ്യം തന്നെ മനസ്സിലായി ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. പക്ഷെ വെലോസിറ്റിയോ, ഒരു പോയിന്റ് എഴുതി, ഈ ആംഗിൾ എത്രയാണ്, 90-നേക്കാൾ വലുതല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഒരു കുഞ്ഞ് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നാണെന്നറിയോ, ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിൽ അല്ലേ, ഇവിടെയാണ് ഒരു പോയിന്റ് എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ, ഇവിടെ പോയിന്റ് എടുത്തു, ടാൻജന്റ് ഇവിടെ അക്യൂട്ടാ, ഇവിടെയാണെങ്കിലോ ടാൻജന്റ് ഒബ്റ്റ്യൂസ. അപ്പൊ നോക്കി, ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പോസിറ്റീവാണ്, കണ്ടോ, ടാൻജന്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഇതിനപ്പുറത്തേക്കോ, നിങ്ങളിവിടെ ഏത് പോയിന്റ് എടുത്താലും ടാൻജന്റ് വരയ്ക്കുന്ന തീറ്റ എത്രയാണ്, ഒബ്റ്റ്യൂസ. അപ്പോ ഇവിടെയും ആക്സിലറേഷന്റെ വാല്യൂ എന്നതാണ് നെഗറ്റീവ്, കാരണം ഗ്രാഫ് എങ്ങനെയാ, കോൺകേവ് ഡൗൺവേർഡ് ആണ്. ഇപ്പൊ രണ്ടിടത്തും ആക്സിലറേഷൻ നെഗറ്റീവാ, ഇവിടെ വെലോസിറ്റി പോസിറ്റീവ്, പക്ഷെ ഇവിടെയോ വെലോസിറ്റി നെഗറ്റീവ്. രണ്ടു പേർക്കും ഒരേ സൈൻ ആയതുകൊണ്ട് സ്പീഡ് ഇൻക്രീസസ്, രണ്ടു പേർക്കും വെവ്വേറെ സൈൻ ആയതുകൊണ്ട് സ്പീഡ് ഡിക്രീസസ്. ഇതെന്നെ സംഭവം അറിയോ, ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ അവസ്ഥ. ഏറ്റവും മുകളിലേക്ക് പോയി കല്ലവിടെ നിന്നു, പിന്നെ താഴേക്ക് വന്നു, ഇപ്പൊ സ്പീഡ് കൂടി, കേട്ടോ. ഇനി അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് മക്കളെ, ഇവിടെ നിന്ന് ഈ പകുതി ദൂരം വരെ, പകുതി സമയം വരെ വെലോസിറ്റിക്ക് പോസിറ്റീവ് ഡയറക്ഷനും ആക്സിലറേഷന് നെഗറ്റീവുമാണ്. അപ്പൊ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും നെഗറ്റീവ് ആക്സിലറേഷൻ എങ്ങനെയാ വരുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ നിങ്ങൾക്ക് അറിയാം, പറയേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ. ഇപ്പൊ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ നെഗറ്റീവ് ആക്സിലറേഷൻ ഇങ്ങനെയായിരിക്കും. അത് ഞാൻ വരച്ചേക്കുന്നത് നെഗറ്റീവ് ആക്സിലറേഷൻ, കേട്ടോ. അപ്പൊ തുടക്കത്തിൽ വെലോസിറ്റി ഉണ്ടായിരുന്നു, ടാൻജന്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അത് ടാൻജന്റ് കുറഞ്ഞ് 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 കൊണ്ട് നോക്കി, ഇവിടെയൊക്കെ വരച്ചാൽ കുറഞ്ഞ് ഇങ്ങനെയാണ്. ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ നോക്കി, ഇതാ ഇങ്ങനെയാണ്, ടാൻ സീറോ ആയി. അപ്പൊ വെലോസിറ്റി 0 ആയി ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ. അതിന് ശേഷം എന്നാ സംഭവിക്കുന്നത്, നിങ്ങൾ ഓരോന്ന് ടാൻജന്റ് വരച്ചു നോക്കി, ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതായത് ഇങ്ങനെ വരുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വെലോസിറ്റി 0, അതിനുശേഷം വെലോസിറ്റി നെഗറ്റീവ്. പക്ഷേ നോക്കി, ഈ ഒരു വലിയ പുറത്ത് വരാനോ, ഈ ഒരു പോയിന്റിന്റെ സ്ലോപ്പ് ഇങ്ങനെ, ഈ ഒരു പോയിന്റിന്റെ സ്ലോപ്പ് ഇങ്ങനെ. ഇത് θ1 എന്നും ഇത് θ2 എന്നും എടുത്തു. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് നമ്മൾ നോക്കി, ഈ സ്ലോപ്പ് ഈ ഗ്രാഫ് ഇങ്ങനെ. നിങ്ങൾക്കറിയാവോ, ഈ രണ്ട് ലൈൻ നോക്കി, ഒരു ലൈൻ ഇങ്ങനെയായിരുന്നു, മറ്റേ ലൈൻ ഇങ്ങനെയായിരുന്നു.
ഒരു ലൈൻ ഇങ്ങനെയായിരുന്നു, മറ്റേ ലൈൻ ഇങ്ങനെയായിരുന്നു. ഇതിന് ആർക്കാ സ്ലോപ്പ് കൂടുതൽ? ആ, ഇതിനേക്കാണ് സ്ലോപ്പ് കൂടുതൽ. എവിടെ? ആ, ഈ ലൈനാണ് സ്ലോപ്പ് കൂടുതൽ, ഈ ലൈനാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പൊ നോക്കി, ഈ ലൈനും ഈ ലൈനും വെച്ച് നോക്കി ആർക്കാ സ്ലോപ്പ് കൂടുതൽ? ഇവന്. അതിന്റെ അർത്ഥം വെലോസിറ്റി താഴേക്ക് വരുന്നതോറും കൂടുവാണ്. പക്ഷെ എന്ത് ഡയറക്ഷനാണ്? നെഗറ്റീവ് ഡയറക്ഷൻ. കാരണം ഈ തീറ്റ എന്നുള്ള ഒബ്റ്റ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് താഴേക്ക് നമ്മൾ നീട്ടി വരച്ചു കേട്ടോ, നെഗറ്റീവ് വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വഴി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതാണ് എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇച്ചിരി പാടാണല്ലേ. ഇനി അടുത്ത് നോക്കിയോ, ഒരു ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് ഇത്. ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കേട്ടോ. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതിന്റെ ആക്സലറേഷൻ എന്നതാ 0. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ യൂണിഫോം വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ എന്നതാ 0. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സലറേഷൻ 0. ഇനി നമുക്ക് വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് അറിയത്തില്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റ് ടാൻജന്റ് വരയ്ക്കും. ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ലേ, അപ്പോൾ നേരെ പോകും. ഈ ആംഗിൾ എടുക്കുക, തീറ്റ. അക്യൂട്ട് അല്ലേ, അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ വെലോസിറ്റി ഈസ് പോസിറ്റീവ്. അപ്പൊ ആക്സലറേഷൻ ഇല്ലാത്ത വെലോസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ആക്സലറേഷൻ ഇല്ല, അപ്പൊ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു ഗ്രാഫ്. റൈറ്റ്, ഇത്രയേ ഉള്ളൂ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇത് ആദ്യം പറയേണ്ടതായിരുന്നു, വേറെ കാര്യം ഇടയ്ക്ക് വെച്ച് പറഞ്ഞും പോയി. ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇങ്ങനെ, ഇത് അതിന്റെ വെലോസിറ്റി ഉണ്ടോ? ഉണ്ട്. കാരണം സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി എന്നതാ പോസിറ്റീവ് വാല്യൂ. ഇതാണ് വേറൊരു ഗ്രാഫ്, എക്സ് ടി, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. വെലോസിറ്റി ഉണ്ടോ? ഉണ്ട്. കാരണം സമയത്തിനനുസരിച്ച് പൊസിഷന് മാറ്റമുണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആ, ഇവിടെ നെഗറ്റീവ് ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് കുറയുക അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കാണുന്നത്? ഏതെങ്കിലും ഒരു പോയിന്റിന്റെ സ്ലോപ്പ്, ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, അവിടെ ഞാൻ ടാൻജന്റ് വരച്ചു, നോക്കിയപ്പോൾ ഈ ആംഗിള് തീറ്റ വലിയ ഡിഗ്രി, 90-നെക്കാളും വലുത്, അതുകൊണ്ടത് നെഗറ്റീവ് കേട്ടോ. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ ഒരു പോയിന്റ് എടുത്ത് അവിടെ ടാൻജന്റ് വരച്ചു, അതിന്റെ സ്ലോപ്പ് നോക്കി. ഇവിടെ നോക്കിയാൽ ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം താ ഇങ്ങനെ. സ്ലോപ്പ് എന്താ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. സ്ലോപ്പ് കുറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്പീഡ് കുറയുമായിരുന്നു കേട്ടോ. പക്ഷെ വെലോസിറ്റി എന്ന ഡയറക്ഷനാണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്. ഡയറക്ഷൻ പോസിറ്റീവ് ആണെന്നുള്ളൂ, പക്ഷെ കുറയുവാണ്. ഇനി ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കല്ലെടുത്ത് ഞാൻ നേരെ മുകളിലേക്ക് എറിയും. ഒരു കല്ലെടുത്ത് ഞാൻ നേരെ മുകളിലേക്ക് എറിയും. 10 മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് മുകളിലേക്ക് എറിയും. മുകളിലേക്ക് പോകുന്ന നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും മുകളിൽ എത്തിയിട്ട് ഒരു ബോൾ എടുത്ത് എറിയുന്നെങ്കിൽ ഏറ്റവും മുകളിൽ പോയിട്ട് ബോൾ എന്നിട്ട് പിന്നെ തിരിച്ചു വരും അല്ലേ. അപ്പൊ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ സ്പീഡ് എത്രയാണ്? വെലോസിറ്റി എത്രയാണ്? 0. അതിനുശേഷം അവൻ അവിടെ നിന്ന് മെല്ലെ തുടങ്ങി വന്ന് താഴെ എത്തുമ്പോഴേക്കും ആ സെയിം സ്പീഡ് തന്നെ, സ്പീഡ് കൂടി വരുന്ന കണ്ടോ. ഏറ്റവും മുകളിൽ വെലോസിറ്റി 0 ആയി, പിന്നെ നേരെ താഴേക്ക് വന്ന് സ്പീഡ് കൂടി. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത്, ഏറ്റവും മുകളിലേക്ക് എറിയാൻ നേരത്തെ ഇവിടെയൊക്കെ ആരുണ്ട്? ജി ഉണ്ട്, ആക്സലറേഷൻ. അവനാണ് ചെയ്യുന്നത്, താഴേക്ക് പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. വെലോസിറ്റി എങ്ങോട്ടാ? വെലോസിറ്റി മുകളിലേക്കാ. ജി എങ്ങോട്ടാ? താഴേക്ക്. പക്ഷെ മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറയുമല്ലേ? ആ, കുറയുവാണ്. പക്ഷെ എന്നാലും അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവാണ്, കാരണം വെലോസിറ്റി മുകളിലേക്കാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചേക്കുന്നത്. വെലോസിറ്റി പോസിറ്റീവ് വാല്യൂ ആണ്, പക്ഷെ ആക്സലറേഷൻ താഴേക്കാണ്, ജി മൈനസാണ്. അതുകൊണ്ട് അതിന്റെ അവസാന സ്പീഡ് കുറഞ്ഞു. എത്രയായി? 0 ആയി. അതിനുശേഷം അവൻ നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുന്നതോറും സ്പീഡ് കൂടുക. അവിടെ തന്നെയാണ് ജിയോ ഉള്ളത്. അപ്പൊ താഴേക്ക് വരുന്ന മോഷനെ നമ്മൾ നെഗറ്റീവ് എടുക്കുന്നത്. അപ്പൊ വെലോസിറ്റി ഡയറക്ഷൻ കൊണ്ടാ താഴേക്ക് നെഗറ്റീവ്, ജി ഡയറക്ഷൻ കൊണ്ടേക്കാൾ താഴേക്ക് നെഗറ്റീവ്. പക്ഷെ വെലോസിറ്റി കൂടുവല്ലേ? ആ, കൂടുവാണ്. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇത് വേണേൽ നമുക്ക് പറയാം, ഇതാണ് ബോൾ മുകളിലേക്ക് എറിയുന്നതിന്റെ
പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വേണേൽ പറയാം. ഇനി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് അതിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഒരു ബോഡിന്റെ. എന്താ മനസ്സിലായേ? വെലോസിറ്റി y ആക്സിസിൽ, ടൈം x ആക്സിസിൽ. ടൈം കൂടുന്നതനുസരിച്ച്, സമയം ഇവിടുന്ന് മാറുന്നതനുസരിച്ച് ഈ ബോഡിന്റെ വെലോസിറ്റി സെയിം ആണെന്നാ പറയണേ. സെയിം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 50 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 50 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് സ്പീഡിൽ മാറ്റമുണ്ടോ? ഇല്ല. സ്പീഡിന് മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആക്സിലറേഷൻ ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു ബോഡിന്റെ ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിങ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി ഉള്ള ബോഡിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്നതായിരുന്നു? പൊസിഷൻ ടൈം ഗ്രാഫ് എന്നതായിരുന്നു? അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നതാ? ഇത്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. അത് പോസിറ്റീവാണ്. മുകളിലേക്കല്ലേ, പോസിറ്റീവാണ്. അത് കൂടിക്കൊണ്ടിരിക്കുക, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് പറയാം? ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് ബോഡി ഹാവിങ് പോസിറ്റീവ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്, അല്ലെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ ഇതെന്തായിരുന്നു? യൂണിഫോം വെലോസിറ്റി ആയിരുന്നു. അതായത് ആക്സിലറേഷൻ ഈസ് സീറോ, വെലോസിറ്റിക്ക് മാറ്റില്ലാത്തതുകൊണ്ട് ആക്സിലറേഷൻ സീറോ ആയിരുന്നു. ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ടാൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് വെലോസിറ്റിയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതോ ടൈമാണ്. വെലോസിറ്റി ബൈ ടൈം എന്നതാ? ആക്സിലറേഷൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നാ വരും? പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ളതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ കോൺകേവ് അപ്വാർഡ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇങ്ങനെ ഒരു ബോഡി. ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുമോ? അപ്പൊ അതിന്റെ ആക്സലറേഷൻ എന്നതാ? നെഗറ്റീവ് ആക്സലറേഷനെ പറഞ്ഞ പേരെന്നാ? റിട്ടാർഡേഷൻ. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിംഗ് റിട്ടാർഡഡ് ബോഡി. എങ്ങനെ ആക്സലറേഷൻ കാണാം? വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അവിടെ നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുക. ഈ തീറ്റ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. ആക്സലറേഷൻ നെഗറ്റീവ് ആയതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരുന്നു? ഇത് കോൺകേവ് ഡൗൺവേർഡ്. ഇത്തരം കാര്യങ്ങളെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഗ്രാഫ് ഇത്ര പഠിക്കാനുള്ളൂ. നമ്മോട് ചോദിക്കുന്നുണ്ട് ഇവര് വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് നമ്മളോട് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയും. അപ്പൊ അതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് എടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബോഡിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. അവിടെ ചോദിക്കുകയാണ് ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ. ഇത് വേണമെങ്കിൽ മാർക്ക് ചെയ്തു വി കേട്ടോ. ഇത് വെലോസിറ്റി ആണ് മുകളിലേക്ക്, അത് ഈ വാല്യൂ ആണ്, ഇത് വി എന്ന് പറഞ്ഞ പോലെ. ബോഡി ആലോചിക്കുക, 0 വെലോസിറ്റിയിൽ നിന്ന് വി വെലോസിറ്റി വരെ ആയി. അപ്പൊ വെലോസിറ്റി കൂടി, ആക്സിലറേഷൻ ഉണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ ആക്സിസ് മുകളിലാണ്, ഈ ഗ്രാഫ് ഈ എക്സ് ആക്സിസിന്റെ മുകളിലാണ്. വെലോസിറ്റി കൂടുകയാണ്, പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ ഒരു ബോഡിന്റെ പോസിറ്റീവ് ആക്സിലറേഷൻ ആയ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്കറിയാം എന്നതായിരിക്കും? കോൺകേവ് അപ്വേർഡ്. അപ്പൊ ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫിൽ കോൺകേവ് അപ്വേർഡ് 0 എന്ന് തുടങ്ങി. 0ൽ നിന്ന് കോൺകേവ് അപ്വേർഡ് ഡയറക്ഷൻ വരച്ചു. എവിടം വരെ? ഇവിടെ വരെ. അതിനുശേഷം യൂണിഫോം വെലോസിറ്റിയാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ട്രെയിറ്റ് ലൈൻ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് എങ്ങനെയാ? പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ്. ഇതാണ് അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം അനുസരിച്ച് കുറയുവാണ്.
അപ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ്റെ മോഷൻ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്? ഇതായിരിക്കണം. അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുവാണ്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓഫ് ദിസ് ബോഡി. 0 സമയം തുടങ്ങി 20 സെക്കൻഡ് വരെ സഞ്ചരിച്ചു. വെലോസിറ്റി കൂടി വന്നു, പിന്നെ വെലോസിറ്റി നെഗറ്റീവ് ആണ്, അത് പിന്നെ കൂടി 0 വരെ. നമുക്കറിയാം മഴ പെയ്യുന്നുണ്ട്, അതിന്റെ സൗണ്ട് വരുന്നുണ്ടാവും. നിങ്ങൾ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് കുറച്ച് നേരം ക്ഷമിക്കുക കേട്ടോ. ഷീറ്റ് ഇട്ടേക്കുന്ന അതിന്റെ മുകളിൽ വീഴുന്ന ഒച്ചയാണ്, ചിലപ്പോൾ വീഡിയോ അത് കേൾക്കാൻ പറ്റും. നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. നോക്കി, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു ഏരിയ, ഇത് വേറൊരു ഏരിയ. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നേരത്തെ ഡയറക്ഷൻ പക്ക ആവശ്യമുണ്ട്. ഞാൻ രണ്ടും കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ കർവ്. ഇതാണ് കർവ്. അതിന്റെ അണ്ടറിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് താഴേക്കും ഇതിന്റെ മുകളിലേക്കും. ഇവൻ എക്സ് ആക്സിസിന് മുകളിലേക്കാണ്. ഇത് ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പൊ ഞാൻ ഇവന്റെ ഇത് ബേസ് എടുത്തു, ഇത് ഹൈറ്റ് എടുത്തു. അപ്പൊ ഇത് B1, ഇത് H. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ബേസ് ഇത് B2, ഹൈറ്റ് H2 എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹാഫ് B1 H1. ഇവ മുകളിലല്ലേ, രണ്ടാമത്തെ താഴെയാണ്. അതുകൊണ്ട് ഞാൻ മൈനസ് ഹാഫ് B2 H2 എടുക്കും. അപ്പൊ ഹാഫ് ബേസ് എത്രയാ മക്കളെ? 0 to 10. അപ്പൊ 10 ബേസ്. H1 എത്രയാ? 5 മൈനസ് ഹാഫ് B2 ബേസ് എത്രയാ? 10. H2 എത്രയാ? 4. ഈ -4 ആക്ച്വലി ഇവിടുത്തെ മൈനസ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ എന്തെടുക്കുക? 4 ആയിട്ട് എടുക്കുക. 25 മൈനസ് 20 എത്ര കിട്ടി? 5 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. സംഭവം അറിയോ? ഇവൻ 0 തൊട്ട് B വരെ, അതായത് വെലോസിറ്റി കൂടി, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി കുറഞ്ഞ് പഴയ പോലെ അവിടെ നിന്നു. എവിടെ നിന്നു? സംഭവം അവൻ ഒരു സ്ഥലം വരെ പോയി, പിന്നെ വണ്ടി തിരിച്ച് കുറെ സ്പീഡിൽ നിന്നിട്ട് ഇത് വെള്ളം നിന്നു. അത്രേ ഉള്ളൂ സംഭവിച്ചത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? 5 കിട്ടി. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ചോദിച്ചേക്കുന്നെങ്കിൽ ഹാഫ് B1 H1, അത് ഏരിയ തമ്മിൽ പരസ്പരം കൂട്ടുക. ഡയറക്ഷൻ ഒന്നും ഇവിടെ ബാധകമാണ്. പ്ലസ് ഹാഫ് B2 H2 ഹാഫ് B1 എത്രയാ? 10 × 5 പ്ലസ് ഹാഫ് 10 × 10 അല്ലേ, ഇൻറ്റു 4, 25 20 എത്രയാ? 45 മീറ്റർ. ഇതാണ് ഏരിയ. വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടിട്ട് ഏരിയ കാണാൻ പാടാൻ ചോദിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കുന്നെങ്കിൽ ഡയറക്ഷൻ എടുക്കണം. ഏരിയ മുകളിലാണെങ്കിൽ പ്ലസും, താഴെയാണെങ്കിൽ മൈനസും. ഇനി നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അധികം പഠിക്കാനൊന്നുമില്ല. നോക്കി, ഒരു ബോഡിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. എന്നാ മനസ്സിലായി? ഈ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. സമയം എത്ര കൂടുന്തോറും സെയിം ആക്സിലറേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരും? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വായിച്ചോളാം അല്ലേ. യൂണിഫോം ആക്സിലറേറ്ററിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി കൂടാന്നല്ല അർത്ഥം. ഇപ്പൊ ഇതാ ഇങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഉണ്ട്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ പ്ലസ് വാല്യൂ ആണെങ്കിൽ അവന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരും? ഇതാ ഇങ്ങനെ കോൺകേവ് അപ്വാർഡ്. ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പഠിക്കണം കേട്ടോ. ഇനി വേറൊരു ബോഡിന്റെ ഗ്രാഫ് വരയ്ക്കുവാണ്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫ്, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ്. ആരുടെ? ഇവന്റെ. ഇതാരുടെ? ഇവന്റെ. ഇത് ഇങ്ങനെ.
ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാ? ഇവിടെ. അതായത് ഇവിടെ ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ആക്സിലറേഷൻ നെഗറ്റീവ് ആയതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുണ്ടോ? ആക്സിലറേഷൻ നെഗറ്റീവ് ആയതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. സ്പീഡ് കുറഞ്ഞു വരുന്നു, ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുന്നു. നെഗറ്റീവ് ആക്സിലറേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെയാ? കോൺകേവ് ഡൗൺവേർഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടോ? ഒരു ഇംഗ്ലൈൻ. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് അങ്ങനെ പറ്റില്ലേ? അതായത് സമയം കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ ചേഞ്ച് ഒന്നും ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം, പക്ഷെ നമുക്കിത് പഠിക്കാനില്ല. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് സമയം കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ ചേഞ്ച് ഉണ്ടാവും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ടാൻ തീറ്റ എന്നതായിരുന്നു? ആക്സിലറേഷൻ ആയിരുന്നു. സ്ലോപ്പ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്നതാണ് ഞാൻ പറഞ്ഞ ജെർക്ക്. വണ്ടിയിൽ ജെർക്ക് എന്നൊക്കെ പറയില്ലേ നമ്മൾ? ഈ ആക്സിലേറ്ററിലൊക്കെ അനാവശ്യമായിട്ട് കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഡ്രൈവ് പഠിക്കാൻ പോകുമ്പോൾ ചേട്ടൻ നീ എന്നാ ജെർക്കാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തൊക്കെ പറയും. അപ്പൊ നോക്കി, സ്ലോപ്പ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈസ് ജെർക്ക്. നമുക്ക് ഇതധികം പഠിക്കാനില്ല സിലബസിനകത്ത്. നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ. ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇനി അതിൽ ഏരിയ നോക്കി എന്നാ കിട്ടുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്നതായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷനും അതിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റും ആയിരുന്നു. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ജെർക്കും അതിന്റെ ഏരിയ a ഇൻറ്റു ടി. ഇത് റെക്ടാങ്കിൾ അല്ലേ, അതിന്റെ ഏരിയ a ഇൻറ്റു ടി. അതെന്താ? വെലോസിറ്റി. ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ ടൈം ഇൻറ്റു എ എനിക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ വെലോസിറ്റി കേട്ടോ. ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടാം ഏരിയ. ഇത്രയേ ഉള്ളൂ ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. പ്രോബ്ലം എത്തിക്കോ. ദ ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് along a straight line is shown in the figure. Draw velocity versus time and acceleration versus time graph. അപ്പോൾ ഗ്രാഫ് ഇതാണ് തന്നേക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. x is equal to 4t square. ഇത് ചോദിച്ചേക്കാണ് നിങ്ങളോട് ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും വരയ്ക്കാനായിട്ട്. ഡിസ്പ്ലേസ്മെന്റ് തന്നേക്കുവാണ് x is equal to 4t square. എനിക്കറിയാം വെലോസിറ്റി is equal to rate of change of displacement dx by dt equal to derivative of 4t square 8t. ഇതാണ് എന്ത്? വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി 8tന്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് കോളം വരയ്ക്കണം. വെലോസിറ്റി ടൈം 0ക്ക് 0, 1ന് 8, 2ന് 16, 3ക്ക് 24, 4ന് 32, 5ന് 40. 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. അന്നേരം വെലോസിറ്റി എത്രയാണ്? 1 കൊടുത്താൽ 1 × 8 8, 2 കൊടുത്താൽ 2 × 8 16, 3 കൊടുത്താൽ 3 × 8 24. അങ്ങനെ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് y ആക്സിസിലേക്ക് പോയിന്റ് മാറിക്കണം അല്ലേ? 8 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കാം. 0, 8, 16, 24, 32, 40. ഇവിടെ 1, 2, 3, 4 മാർക്ക് ചെയ്യാം. 3, 4, 5. 1ല് 8, 2ല് 16, 3ല് 24, 4ല് is a straight line. ഇതാണ് വെലോസിറ്റി. v is equal to 8t. So velocity time
ഗ്രാഫ്. ബ്രാക്കറ്റിൽ എന്ത് തരണം? ടൈം സെക്കൻഡ്സ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്സ്. ഓക്കെ, ഇനി അടുത്തത് ആക്സിലറേഷൻ വരയ്ക്കണ്ടേ. ആക്സിലറേഷൻ എനിക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, d/dt ഓഫ് വെലോസിറ്റി. v എന്ന 80, അതിൻ്റെ ഡെറിവേറ്റീവ് അതെന്താ? 8. നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് കോളം വരയ്ക്കണം. അതിന് ആക്സിലറേഷൻ ടൈം. പക്ഷെ ഇവിടുത്തെ ആക്സിലറേഷൻ്റെ ടൈമിൽ ടൈമിൻ്റെ ഒരു പാരാമീറ്ററും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഏത് ടൈം എടുത്താലും ആക്സിലറേഷൻ 8 8 8 8. അപ്പോൾ ആക്സിലറേഷൻ y ആക്സിസിൽ ടൈം ഇൻ സെക്കൻഡ്സ് ഈസ് x ആക്സിസിൽ 2 4 6 8. ഇതാണ് ആക്സിലറേഷൻ. നിങ്ങൾ ഏത് സമയം എടുത്താലും 1 2 3 4 ഇത് ഒറിജിൻ. ഏത് സമയം എടുത്താലും ആക്സിലറേഷൻ 8 തന്നെ. ഇതാണ് a = 8 എന്നുള്ള ഗ്രാഫ്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത പോർഷനിലേക്ക് കയറാം. അപ്പോൾ ഇതുവരെയുള്ള ഗ്രാഫുകൾ പഠിച്ചു വെച്ചോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഗ്രാഫിൻ്റെ കണക്കുകളുണ്ട്. നമ്മൾ ഗ്രാഫിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ്, നമ്മൾ ഏരിയ അണ്ടർ കർവ് ഒക്കെ ചെയ്തില്ലേ, അത് ഒത്തിരി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോയിൽ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.